വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ പാകിസ്ഥാന് 90 റൺസിൻ്റെ ദയനീയ പരാജയം. 211 റൺസ് വിജയലക്ഷ്യമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ പാകിസ്ഥാൻ വെറും 120 റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു. 58 റൺസുമായി പുറത്താകുന്ന ക്യാപ്റ്റൻ ബാബർ അസമിൻ്റെ ചെറുത്തുനിൽപ്പാണ് 3 അക്ക സ്കോറിൽ പാകിസ്ഥാനെ എത്തിച്ചത്. 11 റൺസ് നേടിയ മുഹമ്മദ് റിസ്വാൻ മാത്രമാണ് ബാബറിനൊപ്പം 2 അക്കം കടന്ന പാക് ബാറ്റർ. ഇതോടെ 2 ടെസ്റ്റ് മത്സര പരമ്പരയിൽ 1-0 ആതിഥേയരായി വിൻഡീസ് മുമ്പിലെത്തി. 5 വർഷത്തിന് ശേഷം വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനെത്തിയ പാകിസ്ഥാനെതിരെ ടോസ് വിജയിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുത്ത വിൻഡീസ് ആദ്യ ഇന്നിംഗ്സിൽ 311 റൺസാണ് നേടിയത്. 92 റൺസ് എടുത്ത ഷായ് ഹോപ്പും 84 റൺസ് എടുത്ത കാവം ഹെഡ്ജുമാണ് വിൻഡീസ് ബാറ്റിംഗ് നിരയിൽ തിളങ്ങിയത്. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ 282 റൺസാണ് ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. 109 റൺസ് നേടിയ ഷാൻ മസൂദായിരുന്നു പാകിസ്ഥാൻ്റെ ടോപ്പ് സ്കോറർ. 27 റൺസിന് 5 വിക്കറ്റ് നേടിയ ജസ്റ്റിൻ ഗ്രീവ്സിൻ്റെ മാരക ബൗളിംഗ് പ്രകടനമാണ് കരുത്തുറ്റ നിലയിൽ നിന്നും പാകിസ്ഥാനെ തകർത്തത്. തുടർച്ചയായി 5 ഓവറുകളിൽ 5 മെയ്ഡൻ ഉൾപ്പെടെ 5 വിക്കറ്റ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരമായി ഗ്രീവ്സ് മാറുകയും ചെയ്തു. പാക് ഇന്നിംഗ്സിൻ്റെ 64, 66, 68, 70, 72 ഓവറുകളിലൂടെയാണ് ഈ ചരിത്രം പിറന്നത്. തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ 181 റൺസ് മാത്രം നേടാനേ വിൻഡീസിന് കഴിഞ്ഞുള്ളൂ. 5 വിക്കറ്റ് നേടിയ മുഹമ്മദ് അബ്ബാസാണ് പാക് ബൗളിംഗ് നിരയിൽ തിളങ്ങിയത്. അവസാന ഇന്നിംഗ്സിൽ ജയിക്കാൻ 211 റൺസുമായി ഇറങ്ങിയ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ 71-9 എന്ന നിലയിലായിരുന്നു. 10ാം വിക്കറ്റിൽ ബാബർ അസം മുഹമ്മദ് അസം സഖ്യം 12 ഓവറോളം പിടിച്ചു നിന്നാണ് സ്കോർ 100 കടത്തിയത്. 14.2 ഓവറിൽ 20 റൺസിന് 5 വിക്കറ്റ് നേടിയ ജെയ്ഡൻ സീൽസാണ് പാകിസ്ഥാനെ തകർത്തത്. മത്സരത്തിൽ 7 വിക്കറ്റ് നേടിയ ജസ്റ്റിൻ ഗ്രീവ്സാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. പരമ്പരയിലെ രണ്ടാം മത്സരം ഓഗസ്റ്റ് 2 മുതൽ പോർട്ട് ഓഫ് സ്പെയിനിൽ വെച്ച് നടക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.